അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു ഫെല്ല മൈ വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മളൊരു മാംഗോ വെച്ചൊരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഭയങ്കര എളുപ്പം, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിതിവിടെ ഒരു സോസ് പാനിൽ ഒരു 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് സാഗോട്ട് സീഡ് ചവരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി 10 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഇതിവിടെ ഒരു 3 ചെറിയ മാംഗോ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സി ജാറിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ മിക്സിയുടെ ജാറിലോട്ട് ഞാൻ മാങ്ങ ചെറുതാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണ് വാനില ഐസ്ക്രീമും കൂടി ചേർത്തിട്ട് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡാക്കി എടുക്കുക. ഇതുപോലെ കുറച്ച് തിക്കായിട്ടൊന്ന് ബ്ലെൻഡാക്കി എടുക്കുക. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സാഗോ സീഡും കൂടി ആഡ് ചെയ്യാം. നമ്മൾ 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചാൽ മതി. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ഇത് റെഡി ആയിക്കോളും. അപ്പോൾ ആദ്യം നമ്മളിത് ഫസ്റ്റ് സാഗോ സീഡ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ആഡ് ചെയ്യുക. ബദാം, കാഷ്യൂ, വാൾനട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് സ്ട്രോബെറിയുടെ ജെല്ലിയാണ്. നിങ്ങൾക്ക് മാംഗോ കിട്ടുന്നുണ്ടെങ്കിൽ മാംഗോ എടുക്കാം. ഞാനിപ്പോൾ സ്ട്രോബെറിയാണ് എടുത്തിരിക്കുന്നത്. സ്ട്രോബെറി ഒരു നല്ലൊരു ഫ്ലേവർ ആയിരുന്നു. അപ്പോൾ ഇത് നമുക്കിനി ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ കട്ട് ചെയ്ത് മാറ്റിയത് നമുക്ക് ഈ മാംഗോയുടെ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സ്ട്രോബെറിയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മാംഗോ ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കുക. ഏത് ഫ്ലേവർ വേണമെങ്കിലും ആഡ് ചെയ്യാം. പക്ഷേ ഇത് കുറച്ചും കൂടി അതിൻ്റെ കളർഫുള്ളും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി മാംഗോയുടെ ഒരു ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാൻ പോവാണ്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഐസ്ക്രീം ആഡ് ചെയ്യുക, അതുപോലെ തന്നെ നട്ട്സും പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജെല്ലിയും കൂടി ആഡ് ചെയ്തിട്ട് സെർവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മാംഗോ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.